കോന്നിയിലെ മഴക്കെടുതിയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ അവിടുത്തെ MLA യോഗത്തിന്റെ ഭാഗമായി പോലും വിളിച്ചില്ല എന്ന് പറയുന്ന ഗൗരവതരമായ ഒരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കോന്നി മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ പോവുകയായിരുന്നോ മുഖ്യമന്ത്രി? അങ്ങനെ ഒരു ആക്ഷേപം ഉയരുകയാണോ? തീർച്ചയായിട്ടും മനോ, കോന്നിയെ പൂർണ്ണമായും മുഖ്യമന്ത്രി VD സതീശൻ അവഗണിച്ചിരിക്കുകയാണ്. കോന്നിയിൽ സന്ദർശനം നടത്തിയിട്ടില്ല. മാത്രമല്ല, ജില്ലയിൽ നടന്ന അവലോകന യോഗം, മുഖ്യമന്ത്രി വന്നൊരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെ ക്ഷണിച്ചിരുന്നില്ല. അതിനാൽ തന്നെ കോന്നി MLA പങ്കെടുത്തിരുന്നുമില്ല. നമുക്കറിയാം, കോന്നിയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊക്കാത്തോട് ഉരുള് പൊട്ടിയിരുന്നു. നമ്മൾ ഉരുൾ പൊട്ടിയ ആ വീടിൻ്റെ മുമ്പിൽ ചെന്നതാണ്. അവരുടെ വീടിൻ്റെ മുമ്പിൽ കിടന്ന ജീപ്പ് ഒലിച്ചു പോയി വീടിൻ്റെ മുമ്പിൽ ഒരു പുഴ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്നാണ് ആ വീട്ടിലെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. രാത്രി ശബ്ദം കേട്ടിട്ട് വിറയ്ക്കുകയായിരുന്നു. ആ പ്രദേശത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നില്ല. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 മണി മുതൽ കോന്നി MLA KU ജനീഷ് കുമാറുടെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. MLAയും രക്ഷാപ്രവർത്തനം. കോന്നിയിൽ ഈ കൊക്കാത്തോട് മാത്രമല്ല, മൂഴിയാറിൽ പല വീടുകളും പൂർണ്ണമായി തകർന്നിരുന്നു. മാത്രമല്ല, സീതത്തോട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പലയിടങ്ങളിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് ഉൾവനങ്ങളിൽ. അങ്ങനെ ഒരു സ്ഥലമാണ് കോന്നിയിൽ. അല്ല, പ്രളയക്കെടുതി അല്ലെങ്കിൽ മഴക്കെടുതി രൂക്ഷമായ സ്ഥലം കൂടിയായിരുന്നു കോന്നി. പക്ഷേ കോന്നിയിൽ ഒന്ന് കാലുകുത്താനോ കോന്നി സന്ദർശിക്കാനോ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. ഇനി കോന്നിയിലെ MLA പ്രതിപക്ഷ MLA ആയതുകൊണ്ടാണോ ഇനി മുഖ്യമന്ത്രി VD സതീശനോട് സന്ദർശിക്കാഞ്ഞത് എന്ന കാര്യം നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ കോന്നി മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. കോന്നിക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഒന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി കോന്നിയിലെ MLA യോഗത്തിലേക്ക് ക്ഷണിച്ചുമില്ല, ചർച്ച ചെയ്തില്ല. ഇവിടെ കോന്നിക്കാർ ചോദിക്കുന്ന മലയോര മേഖലയാണ്. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ VD സതീശൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലേ? അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ അറിയണ്ടേ? പ്രളയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മഴക്കെടുതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, ജില്ലയിലുണ്ടായ എല്ലാ ഇടങ്ങളിലെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി VD സതീശൻ അറിയേണ്ടതാണ്. എന്താണെന്നറിയില്ല. VD സതീശൻ കോന്നിയിലേക്ക് അവഗണന നടത്തി. കോന്നിയിൽ നിന്ന് ഇന്നലെ എത്തിയില്ല. പൂർണ്ണമായി കോന്നിയെ അവഗണിച്ച ഒരിതായിരുന്നു. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമല്ല. കോന്നിയിലെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തപ്പോൾ പുലർച്ചെ മുതൽ MLA ഇടപെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയുമാണ് അവിടെ രക്ഷാപ്രവർത്തനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തിയപ്പോൾ കോന്നിയിൽ സന്ദർശനം ഒഴിവാക്കുകയായിരുന്നു മനു. ശരി, അത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു മഴ പെയ്ത് നാട് മുഴുവൻ ദുരിതത്തിൽ നിൽക്കുമ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയം കലരണമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവലോകന യോഗത്തിലേക്ക് കോന്നി MLA വിളിക്കാതിരുന്നത് എന്നതും പ്രധാനപ്പെട്ടതല്ലേ? കാരണം മലയോര മേഖല ഒരുപാടുള്ളൊരു മണ്ഡലം കൂടിയാണ്, ആ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോൾ അത് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും സാഹചര്യം ഇപ്പോൾ ആറന്മുളയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്, റാന്നിയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സുജു ഇപ്പോൾ സംസാരിക്കുമ്പോൾ അവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ആ രീതിയിൽ ശക്തമായി പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ അത് വീണ്ടും വെള്ളം ഉയരുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് വീണ്ടും ആശങ്ക ഉയർത്തുകയും ചെയ്യും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ആറന്മുളയിലോ റാന്നിയിലോ ഇല്ല എന്നത് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. സുജുവാണ് നമുക്ക് തത്സമയം ഈ വിവരങ്ങൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ട് നൽകിയത്.